അല്ല, ഇത് ബഹുമാനപ്പെട്ട ഒരു പ്രസ്താവന എങ്ങനെ അപലപനീയമാകുന്നു എന്നാണ് ശ്രീ ഒ അബ്ദുള്ള പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് സാദിഖ് അലി തങ്ങളോട് അല്ലെങ്കിൽ തങ്ങൾ കുടുംബത്തോട്, പാണക്കാട് കുടുംബത്തോട് വളരെയധികം ബഹുമാനമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറയുന്ന പ്രസ്താവന അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട പ്രസ്താവന നടത്തിയിരിക്കുന്ന ആള് ആ സ്ഥാനത്ത് രാജിവെച്ച് പോകണം, വേറെ ആൺകുട്ടികളുണ്ട് ഇവിടെ എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം അദ്ദേഹം പറയുന്നത്. നോക്കൂ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ അബ്ദുള്ള മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം 3 വിഷയങ്ങൾ ഇവിടെ ഉദ്ധരിച്ചു. അതിലൊന്ന് മുത്തലാഖും, മറ്റൊന്ന് ആർട്ടിക്കിൾ 370യും, മൂന്നാമതൊന്ന് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസുമാണ്. ഈ 3 കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് ആരാണ് ശ്രീ അബ്ദുള്ള? ഈ 3 കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമായതാണ്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടതാണ് ഈ ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ആർട്ടിക്കിൾ 370യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം നിലനിൽക്കുന്നതാണ് എന്നാണ് പരമോന്നത നീതി പീഠം കണ്ടെത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ അയോധ്യ വിഷയത്തിലായിക്കോട്ടെ, ആ വിഷയത്തിൽ എടുത്തിരിക്കുന്ന തീർപ്പിനെതിരെ റിവ്യൂ ഉണ്ടായി. ആ റിവ്യൂ ഹാജരാക്കപ്പെട്ടപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് പകുതി കക്ഷികൾ ആ കേസിൽ ഒറിജിനലി കക്ഷികളല്ലാത്ത ആൾക്കാരായിരുന്നു. മറ്റുള്ള ആൾക്കാരും അതിൽ റിവ്യൂവിന് പോയി. ആ റിവ്യൂ എല്ലാം തള്ളുകയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഫൈനാലിറ്റി എത്തിയിരിക്കുന്ന വിധികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് നമ്മുടെ രാജ്യത്തെ നിയമമാണ്. നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതി ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം ഫൈനാലിറ്റി എത്തുകയും അതിനെ ചലഞ്ച് ചെയ്യാനുള്ള എല്ലാ ലീഗൽ അവന്യൂസും തീരുകയും ചെയ്തത് ശേഷം പിന്നീട് ആ തീരുമാനത്തിനെ അംഗീകരിക്കുക എന്നുള്ളത് ഈ നാട്ടിലുള്ള ജനാധിപത്യ വ്യവസ്ഥയെ, നീതിന്യായ വ്യവസ്ഥയൊക്കെ തന്നെ അംഗീകരിക്കുന്ന ഏതൊരു പൗരനും ചെയ്യേണ്ടതാണ്. അപ്പൊ അത് തന്നെയാണ് ഒരുപക്ഷെ ഇവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒക്കേഷനാണ്. അത് പറയുന്നതിന്റെ കാരണം അതിന്റെ ഒരു സുപ്രീം കോടതിയുടെ തീരുമാനം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇരുപക്ഷത്തും നടക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അവിടെ ഉണ്ടാവുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അപ്പോ നമുക്കറിയാവുന്നതുപോലെ ഈ കേസിലെ ഒറിജിനൽ പെറ്റീഷണർ, മുസ്ലിം ഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി പോലും ആ കേസിൽ ഒരു തീർപ്പുണ്ടായ ശേഷം താൻ ഇനി അതിനെ ചലഞ്ച് ചെയ്യാനില്ല എന്നും ആ വിധിയെ താൻ അംഗീകരിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് പിന്മാറിയ ആളാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കേസ് കൊടുത്തിരിക്കുന്ന ആളിനോ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിനെ കൂടി പ്രതിനിധീകരിക്കുന്ന പാണക്കാട് തങ്ങൾക്കോ ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് ശ്രീ ഒ അബ്ദുള്ളക്കുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം ഇവിടെ ഈ കേസ് കൊടുത്തിരിക്കുന്ന ആളിനില്ലാത്ത ഒരു പ്രശ്നം, അല്ലെങ്കിൽ സാദിഖ് അലി തങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രശ്നം, മുസ്ലിം വിഭാഗത്തിന് പൊതുവെ ഇല്ലാത്ത ഒരു പ്രശ്നം ശ്രീ ഒ അബ്ദുള്ളയുടെ മാത്രം പ്രശ്നമായി മാറുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം നമ്മുടെ നാട്ടിലുള്ള നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്നില്ല എന്നാണോ? നേരത്തെ ഈ പറഞ്ഞതുപോലെ എല്ലാം ബഹുമാനിക്കേണ്ടതായതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യത്തെയും അദ്ദേഹം അപലപിക്കുന്നു എന്നാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹം ഇതിനെയൊക്കെ തന്നെ ഒരു മുസ്ലിം വിഷയമായിട്ടാണ് കാണുന്നത്. നേരെ മറിച്ച് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് നിലനിന്നിരുന്ന ചില ആൾക്കാരുടെ അധികാരങ്ങൾ കൊണ്ട് അല്ല, എങ്കിൽ താങ്കൾ വിശദീകരിച്ച ശേഷം ഞാൻ പറയാം. സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ലെങ്കിൽ അങ്ങ് പറയൂ. അല്ല, എങ്കിൽ അങ്ങ് പറയൂ, സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നില്ല എന്നാണോ മാനിക്കുന്നുണ്ടോ? അല്ല, നീതിന്യായ വ്യവസ്ഥയൊന്നും മാനിക്കുന്നില്ലേ ഒ അബ്ദുള്ള? ശ്രീ പണിക്കർ ചോദിക്കുന്നതാണ്. താങ്കൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്. അല്ല, താങ്കൾ എഴുതൂ, ഞാൻ വായിക്കാം. ഈ നീതിന്യായ വ്യവസ്ഥയെ ഈ കാര്യത്തിൽ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല? ഞാൻ അത് അംഗീകരിക്കരുത്, അത് അനുസരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞോ? അല്ല, അതാണല്ലോ സുപ്രീം കോടതി പറഞ്ഞതിന്റെ ഉള്ളടക്കം. അതാണല്ലോ അംഗീകരിക്കുന്നുണ്ട്. ഇവിടുത്തെ കോടതി എന്ത് പറഞ്ഞാലും അനുസരിക്കും, ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ. ആരാ ഇതിന് സുപ്രീം കോടതി പറഞ്ഞാലും അനുസരിക്കും. പക്ഷേ എന്തിന് ചർച്ചയ്ക്ക് നിങ്ങൾ വെക്കുന്നത്? സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ചർച്ചയ്ക്ക് വെക്കുന്നത്? ചർച്ചയ്ക്ക് വെക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയും. സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ചർച്ചയ്ക്ക് വെക്കേണ്ട എന്താ കാര്യം? അപ്പോൾ അത് ചർച്ചയ്ക്ക് വെക്കുന്നു, മുത്തലാഖ് മറ്റേത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. സുപ്രീം കോടതിയെ പോലും വേണ്ടത്ര രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്താ തെറ്റ്? അതിൻ്റെ അർത്ഥം ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല, ഇന്ത്യയുടെ അതിർത്തി അംഗീകരിക്കുന്നില്ല. ഞങ്ങളെന്താ പറഞ്ഞ എഴുതാപ്പുറം വായിക്കരുത്. അല്ല, അപ്പൊ താങ്കൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഈ വിധി തെറ്റാണെന്നാണോ താങ്കൾ പറയുന്നത്? മനസ്സിലായില്ല.